അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അറബിയത തൻ്റെ പൊന്നുമകളുടെ റൂമിലേക്ക് കടന്നു ചെല്ലുന്നു. മോളെ മോളെ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം ബാബാ. അല്ല മോളെ, എന്താ എൻ്റെ പൊന്നുമോളിന്ന് ക്ലാസ്സിന് പോകാതിരുന്നത്? ഉസ്താദ് അന്വേഷിച്ചല്ലോ. ബാബാ അത് എന്താ പറയൂ. എനിക്ക് ക്ലാസ്സിന് പോകാൻ കഴിയുന്നില്ല ബാബ. എന്തു പറ്റി മോളെ? എന്തെങ്കിലും പ്രശ്നം? പനിയുണ്ടോ? ബാബ എനിക്കറിയുന്നില്ല. ഉമ്മ വന്നില്ലേ ഇങ്ങോട്ട്? ഇല്ല. ഉമ്മയുടെ വിചാരം ഞാൻ ക്ലാസ് കേൾക്കുകയായിരിക്കും എന്ന് വിചാരിച്ചു. എന്നാൽ ബത്തൂല് ശരിക്കും സങ്കടപ്പെടുന്നുമുണ്ടായിരുന്നു. മോൾ എന്തിനാ കരയുന്നത്? ബാബ, ഷെഫി ഉസ്താദ് അദ്ദേഹം ഒരു കുഴപ്പവുമില്ലാത്ത ഒരാളല്ലേ ബാബ. അദ്ദേഹത്തെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിക്കുന്നത് ശരിയാണോ? ഞാൻ കണ്ണിന് കാഴ്ചയില്ലാത്ത കുട്ടിയല്ലേ? ശരിക്കും തന്നെ പൊന്നുമോളുടെ ആ ഒരു വാക്കുകൾ കേട്ട് അറബി ഞെട്ടിപ്പോയി. മോളെ, അതിന് ഉസ്താദിന് കുഴപ്പമില്ലല്ലോ. പിന്നെന്താ ബാബ, ഉസ്താദിന് കുഴപ്പം അത് ഉണ്ടാകും മനസ്സിൽ. പക്ഷെ നമ്മളോട് തുറന്ന് പറയാഞ്ഞിട്ടാണ് ബാബ. ഒരിക്കൽ പോലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. കാരണം അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എന്നെ അംഗവൈകല്യമുള്ള എന്നെ കൊടുക്കുന്നത് ശരിയാണോ? എൻ്റെ പ്രിയപ്പെട്ട ബാബ, ഒന്ന് ആലോചിച്ച് നോക്കൂ. മോളെ, നീ എന്തീ പറയുന്നത്? അത് കുഴപ്പമില്ലല്ലോ ഷെഫി ഉസ്താദിന്. അദ്ദേഹം സമ്മതിച്ചതാണല്ലോ ബാബ. എന്നാലും നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല ബാബ. മോളെ, നീ വിഷമിക്കാതിരിക്കൂ. അദ്ദേഹത്തിന് കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ മോൾ ഇത്രമാത്രം വിഷമിക്കുന്നത്? നിനക്ക് യഥാർത്ഥം അറിയണോ എങ്കിൽ ഷെഫി ഉസ്താദിനോട് തന്നെ നേരിട്ട് തന്നെ ചോദിക്കാം. അങ്ങനെ അതാ അറബി ഷെഫി ഉസ്താദിൻ്റെ അരികിലേക്ക് പോകുന്നു. മോനെ ഷെഫി, മോനെ, എൻ്റെ മകൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. മോൻ എന്ത് കാര്യത്തിനാണ് അർബ? അവൾ എന്താ ക്ലാസ്സിന് വരാതിരുന്നത്? മോനെ, അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കണ്ണിന് കാഴ്ചയില്ലാത്ത എന്നെ ഉസ്താദിനെ കൊടുത്ത് പറ്റിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് സമ്മതം ഉണ്ടാവില്ല. നമ്മളോടുള്ള എന്തോ ഒരു ഇതിന് വേണ്ടിയിട്ട് അദ്ദേഹം സമ്മതിച്ചതാണ് എന്നൊക്കെയാണ് പറയുന്നത്. എന്താ മോനെ ഞാൻ ചെയ്യാം? അർബ, ഒരിക്കലുമില്ല. ഈ ലോകത്ത് വെച്ച് എനിക്ക് ഏറ്റവും അനുയോജ്യയായ പെണ്ണ് അവൾ മാത്രമാണ് അർബ, സത്യമായിട്ടും. എന്നാൽ നിങ്ങൾ തമ്മിൽ ഒന്ന് കണ്ട് സംസാരിക്കും, ഒന്ന് നേരിട്ട്. നീ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എൻ്റെ മോളെ. ഒരു നിമിഷം അറബി അത് പറഞ്ഞപ്പോൾ ഷെഫി ഉസ്താദ് ഞെട്ടിപ്പോയി. അർബ, ശരിക്കും? അതെ മോനെ. അങ്ങനെ അതാ തൻ്റെ പൊന്നുമോളോട് കാര്യം പറയുകയാണ്. മോളെ, നിന്നെ ഷെഫി ഒന്ന് കണ്ടോട്ടെ? ഒന്ന് കാണുന്നതിനെ അത് മോളെ, എന്തായാലും നിന്നെ നിക്കാഹ് കഴിക്കുകയാണെങ്കിൽ ഒന്ന് കാണൽ നിർബന്ധമാണ്. അല്ലാതെ നമ്മൾ ഒളിവിലും മറവിലും കണ്ടിട്ടൊന്നും കാര്യമില്ലല്ലോ. നേരിട്ട് ഒന്ന് കാണുന്നത് നല്ലതല്ലേ മോളെ? അങ്ങനെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് തന്നെ കാണുവാൻ വേണ്ടി വരികയാണ്. ഒരു നിമിഷം അവൾ പടച്ചവനോട് പ്രാർത്ഥിച്ചു. അല്ലാ റബ്ബേ, വെറുപ്പൊന്നും ഉണ്ടാവരുത് റഹ്മാനെ. ഇതുവരെ എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ് എന്നെ ഹിജാബ് ധരിച്ച രീതിയിലായിരുന്നു കണ്ടിരുന്നത്. ഇന്നിതാ ആദ്യമായിട്ട് എൻ്റെ അരികിലേക്ക് കാണാൻ വരികയാണ്. അപ്പോഴേക്കും ഉമ്മയും വന്ന് പറഞ്ഞു, മോളെ ഉസ്താദ് ഒന്ന് കണ്ടോട്ടെ കേട്ടോ. ഉസ്താദ് കാണുന്നതിന് കുഴപ്പമില്ലല്ലോ. ഒന്ന് കണ്ടോട്ടെ, നിക്കാഹിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒന്ന് കാണുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് അണിഞ്ഞൊരുങ്ങി തൻ്റെ പ്രിയപ്പെട്ടിനെ പെണ്ണിനെ കാണുവാൻ വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. സഹർ ബത്തൂലിനെ ഉമ്മ നന്നായിട്ടൊന്ന് മാറ്റിയൊരുക്കിയിട്ടുണ്ട്. അതെ, ഹഫ്സ മറ്റേ റൂമിലാണ്. അവൾക്ക് ഒന്നുകൂടി കാലിൻ്റെ അസുഖമെല്ലാം മാറിയിട്ട് ജോലിയിലേക്ക് പ്രവേശിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ റെസ്റ്റിലാണ്. എന്നാൽ ബത്തൂലിൻ്റെ പെണ്ണുകാണലാണെന്നറിഞ്ഞപ്പോൾ നേരെ ബത്തൂലിനരികിലേക്ക് അവൾ പോയിക്കൊണ്ടിരിക്കുന്നു. മോളെ ബത്തൂൽ. ഇത്ത. ബത്തൂൽ മോളെ, നിനക്ക് സ്വാലിഹ ഒരു ഭർത്താവാണ് വരാൻ വേണ്ടി പോകുന്നത്. അത് നിൻ്റെ ഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ. സത്യമായിട്ടും മോൾക്ക് ഞാൻ എൻ്റെ കഥ മുഴുവനായി പറഞ്ഞു തന്നില്ലല്ലോ. ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞു തരാം. അതിനു മുമ്പായിട്ട് മോളുടെ പെണ്ണ് കാണൽ ഒന്ന് നടക്കട്ടെ. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് മണവാളനായിക്കൊണ്ട്
പെണ്ണു കാണാൻ വേണ്ടി വരികയാണ് തൻ്റെ പ്രിയപ്പെട്ട സഹ്റ ബത്തൂലിനെ. അങ്ങനെ അതാ അറബിയുടെ നിർദ്ദേശപ്രകാരം ഷെഫി ഉസ്താദ് ആ റൂമിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോഴും ഹിജാബ് അണിഞ്ഞുകൊണ്ട് നിൽക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ബത്തൂലിനെയാണ് കണ്ടത്. ബത്തൂൽ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ബത്തൂൽ, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നിന്നോട് തുറന്നു പറയാണ്. മോളെ, നിനക്ക് എന്തെങ്കിലുമൊക്കെ അള്ളാഹു പരിമിതികൾ നൽകിയിട്ടുണ്ടെങ്കിൽ അത് നാളത്തേക്കുള്ള നല്ലതിനായിരിക്കും. എനിക്ക് യാതൊരു കുഴപ്പവുമില്ല അതിന്. എൻ്റെ പൊന്നുമോളെ, ഞാൻ നിന്നോട് പറയാണ്, എൻ്റെ പൊന്നുമോൾ ഒന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. ഒരു നിമിഷം അവൾ അവളുടെ ഹിജാബ് പൊക്കുവാൻ മറന്നു പോയിരുന്നു. ബത്തൂൽ, ഈ രൂപത്തിൽ ഞാൻ നിന്നെ എപ്പോഴും കാണാറുണ്ട്. എനിക്ക് നിന്നെ കണ്ടില്ലെങ്കിലും ഒത്തിരി ഇഷ്ടമാണ്. പെട്ടെന്നാണ് അവൾക്കത് ഓർമ്മ വന്നത്. അല്ലാ, എൻ്റെ ഉസ്താദേ, ഞാൻ ഇതുവരെ നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടില്ല അല്ലേ? ഇപ്പോഴിതാ ഞാൻ. അങ്ങനെ അതാ അവൾ അവളുടെ ഹിജാബ് പതുക്കെ പൊക്കുന്നു. ഒരു നിമിഷം ഉസ്താദ് ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ഒരു നിമിഷം ഉസ്താദ് കണ്ണുകൾ വലിച്ചു. യാ അല്ലാ, എന്തൊരു സൗന്ദര്യമാണ് റബ്ബേ ബത്തൂലിനെ. റഹ്മാനെ, അവളുടെ മുഖത്ത് നിന്ന് പ്രകാശം പൊഴിഞ്ഞു വരുന്നു. എന്തൊരു ഭംഗിയുള്ള കണ്ണുകൾ, ആ മൂക്ക്, ആ ചുണ്ടുകൾ, അതെല്ലാം ഒറ്റ നോട്ടത്തിൽ തന്നെ ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടിപ്പോവുകയാണ് ചെയ്തത്. റബ്ബേ, ഇത്രയധികം സൗന്ദര്യമുണ്ടോ? അല്ലാ, ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പഠിച്ചോനെ, എന്തെല്ലൊക്കെ സ്വപ്നം കാണുന്ന പോലെ അത്രക്കും മനോഹരമായ കണ്ണുകളാണ്. അതും ഇളനീല നിറത്തിൽ അതിങ്ങനെ തിളങ്ങി കാണുമ്പോൾ എത്ര മനോഹരമാണ് റബ്ബേ. ഒരിക്കൽ പോലും അറിയില്ല അത് കാഴ്ചയില്ലാത്ത കുട്ടിയുടെ കണ്ണാണെന്ന്. ഉസ്താദേ, അവൾ അവളുടെ മനോഹരമായ ആ ചുണ്ടുകൾ കൊണ്ട് സംസാരിക്കുന്നത് ഉസ്താദ് കണ്ടു. ബത്തൂൽ, അവൾ ഉസ്താദിൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, എൻ്റെ പരിമിതികൾ നിങ്ങൾക്കറിയാവുന്നതല്ലേ? നിങ്ങൾ ഒരിക്കൽ പോലും ചതിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഒരിക്കൽ പോലും എനിക്ക് അങ്ങേ ഒത്തിരി ഇഷ്ടമാണ്. പക്ഷേ എന്നെ വിവാഹം കഴിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്കെന്നും എൻ്റെ ഉസ്താദിനെ കാണണം. എൻ്റെ ഉസ്താദ് എൻ്റെ കൂടെ നിന്നാൽ മതി. ഈ ഒരു പരിമിതി വെച്ച് എൻ്റെ ഉസ്താദ് ജീവിത സഖിയാക്കി കൂട്ടാൻ ഒരു പക്ഷെ മടിക്കുമായിരിക്കും. നോ, ബത്തൂൽ, ഒരിക്കലുമില്ല. എനിക്കെൻ്റെ പെണ്ണിനെ ഒത്തിരി ഒത്തിരി ഇഷ്ടമാണ്. അതെ, തെറ്റുകൾ ചെയ്യാത്ത എൻ്റെ പെണ്ണിനെയാണ് എനിക്ക് ആവശ്യം. തെറ്റുകൾ ചെയ്യാത്ത പെണ്ണിനെ, അതെ, തെറ്റുകൾ ചെയ്തതിന് എനിക്ക് ആവശ്യമില്ല. അത് ഷെഫി ഉസ്താദിൻ്റെ ജീവിതത്തിലെ പഴയ കഥകൾ, അനുഭവങ്ങൾ, അതെല്ലാം ഒന്ന് ബത്തൂലിനോട് പറയണമെന്ന് തോന്നുകയാണ്. ബത്തൂൽ, എനിക്കും ചിലത് പറയുവാനുണ്ട്. അതെ, കണ്ണിന് കാഴ്ചയുള്ളവർ എന്നോട് ചെയ്ത ക്രൂരതകൾ, എൻ്റെ പെണ്ണെ, എനിക്ക് അത് നിന്നോടൊന്ന് ബോധ്യപ്പെടുത്തിയാൽ, അങ്ങനെയാണെങ്കിൽ നിനക്കെൻ്റെ ജീവിതത്തിലേക്ക്, അതെ, ഞാൻ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതും കൂടി നീയൊന്ന് കേൾക്കുവാൻ മനസ്സ് കാണിക്കണം. അങ്ങനെ അതാ ഷെഫി ഉസ്താദ് ആ കഥകളെല്ലാം പറയുകയാണ്. ബത്തൂൽ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് 2 വിഷമങ്ങളാണ്. അതിൽ രണ്ടാമത്തത്, ഞാൻ നിക്കാഹ് കഴിച്ചൊരു പെണ്ണായിരുന്നു. പക്ഷേ എന്നോടൊരിക്കൽ പോലും സ്നേഹത്തോടൊരു വാക്ക് അവൾ പറഞ്ഞിട്ടില്ല. സത്യമായിട്ടും എനിക്ക് ഒരുപാട് വിഷമമുള്ള സംഭവമാണത് മോളെ. പക്ഷേ എല്ലാം ഉപേക്ഷിച്ച് അവൾ പോയി. എന്നാൽ ഷെഫി ഉസ്താദിൻ്റെ കഥകളെല്ലാം കേട്ടിട്ട് അതാ സഹ്റ ബത്തൂൽ പൊട്ടി കരയുകയാണ്. എൻ്റെ ഉസ്താദേ, ഇല്ല, ഒരിക്കൽ പോലും അങ്ങേ ഞാൻ ചതിക്കില്ല. സത്യമായിട്ടും അതേത് രീതിയിലാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് കണ്ണിന് കാഴ്ചകൾ തിരിച്ചു തന്നിട്ടുണ്ടെങ്കിലും എനിക്ക് അത് ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. അങ്ങേ മറന്നൊരു തെറ്റും ഞാൻ ചെയ്യില്ല. എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദേ, ആരൊക്കെ മറച്ചു വെച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം കാണുന്നുണ്ട്. എല്ലാം കാണുന്ന അവനുണ്ടാകുമ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്യോ എൻ്റെ ഉസ്താദേ? അതെ, തൻ്റെ പെണ്ണ് എല്ലാം പഠിച്ചു കഴിഞ്ഞു. അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. എൻ്റെ പൊന്നുമോൾ ഇന്ന് വളരെയധികം അറിവ് നേടിക്കഴിഞ്ഞു. അള്ളാഹുവെ, അറിവുള്ള കുട്ടികളെ, പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ റഹ്മാനെ ഒരിക്കൽ പോലും ജീവിതം പരാജയപ്പെടുത്തില്ല. പ്രത്യേകിച്ച് ദീനുള്ള പെൺകുട്ടികളെ നമ്മൾ വിവാഹം കഴിക്കണം. അതെ, ദീനുള്ള ആണുങ്ങളെ വിവാഹം കഴിക്കണമെന്ന് പലരും പറയും. വിവാഹത്തിന് 4 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് ദീന്, അതുപോലെ സമ്പത്ത്, തറവാട്,
സൗന്ദര്യം 4 കാര്യങ്ങളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ പോയിന്റ് നൽകേണ്ടത് ദീനിനാണ്. ദീനിനുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അതെ അവൻ രക്ഷപ്പെട്ടു. ശരിയാണ്, ആണിൻ്റെ കാര്യത്തിലായാലും പെണ്ണിൻ്റെ കാര്യത്തിലായാലും ഞാൻ അത് നോക്കാതെയാണ് കല്യാണമൊക്കെ കഴിച്ചത്. റബ്ബേ, അങ്ങനെയൊക്കെ ആയിപ്പോയി, സാരമില്ല. എന്നാൽ എനിക്ക് എൻ്റെ ദീനുള്ള പെണ്ണിനെ കിട്ടിയല്ലോ, അത് മതി എനിക്കത് മതി. ഉസ്താദിൻ്റെ മനസ്സിൽ 1000 പൂക്കൾ വിടരുകയാണ്. ബത്തൂൽ, എന്താ എൻ്റെ ജീവിതകഥ കേട്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? എൻ്റെ പ്രിയപ്പെട്ട ഉസ്താദെ, ഒരിക്കൽ പോലും അങ്ങേ ഞാൻ ചതിക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കൽ പോലും ഞാൻ ഈ ദുനിയാവിൽ ജീവിച്ചിരിക്കില്ല. മോളെ, ഇല്ല, എൻ്റെ കുട്ടി ജീവിക്കണം, ഒരുപാട് അറിവുകൾ പകർന്നു കൊടുക്കണം. എൻ്റെ പൊന്നുമോൾ അതെ ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായി മാറണം, അതാണ് എനിക്ക് ആഗ്രഹം. അർബ, അതെങ്ങനെ? എന്താ, കണ്ണിന് കാഴ്ചയില്ലെങ്കിലും നിനക്ക് അള്ളാഹു അതിനുള്ള കഴിവ് നൽകിയിട്ടുണ്ട്. അതെ, ഒരു ക്ലാസ് എടുക്കുവാൻ അതിനുള്ള കഴിവ് അള്ളാഹു നിനക്ക് നൽകിയിട്ടുണ്ട് പൊന്നുമോളെ. ഞാനും നീയും ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദും ഒരു ടീച്ചറുമായി നമുക്ക് ജോലി ചെയ്യണം. എന്താ, പറ്റൂലേ? തീർച്ചയായും, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അറിവുകൾ പകർന്നു കൊടുക്കുന്നത്. അങ്ങനെ പഠിപ്പിച്ച അറിവുകളെല്ലാം എനിക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം, സത്യമായിട്ടും. അങ്ങനെ അതാ ബത്തൂലും ഷെഫി ഉസ്താദും വളരെയധികം ഇഷ്ടത്തിലാവുകയാണ്. അതെ, ഷെഫി ഉസ്താദിന് ബത്തൂലില്ലാതെ കഴിയില്ല എന്നുള്ള രീതിയിലായി. ഭാര്യ പറഞ്ഞു, അതെ മക്കളൊക്കെ നിക്കാഹ് അങ്ങോട്ട് നടത്തിയാലോ? ഇൻഷാ അല്ലാ. അവർ 2 പേർക്കും സമ്മതമാണ്. മോനെ, വീട്ടുകാരെ അറിയിച്ചോളൂ, നമുക്ക് വേണ്ടതുപോലെ എന്താച്ച ചെയ്യാം. എന്നാൽ ആ നിമിഷം തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഓർത്തു. തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദ്, അവരെയെല്ലാം അതെ അറബി പറഞ്ഞതുപോലെ, മോനെ നിനക്ക് ആവശ്യമുള്ളവരെയെല്ലാം ഇങ്ങോട്ട് വരുത്താം, നമുക്കിവിടെ നല്ലൊരു നിക്കാഹ് കർമ്മം നടത്തണം ഇൻഷാ അല്ലാ. എൻ്റെ ഉമ്മയുടെ ആഗ്രഹം, എൻ്റെ ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ് റബ്ബേ. എൻ്റെ ഉമ്മയെ ഇനി ഇവിടെ നിർത്തണം, എൻ്റെ ഉസ്താദിനോട് കാര്യങ്ങൾ പറയണം. ആ നിമിഷം തന്നെ അതാ ഉസ്താദ് വിളിക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിന്. ഉസ്താദേ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. മോനെ ഷെഫി, എന്തൊക്കെയുണ്ട് മോനെ എൻ്റെ കുട്ടിയുടെ വിശേഷങ്ങൾ? എൻ്റെ കുട്ടി ചെയ്ത നന്മകൾ ഒരിക്കലും മറക്കില്ല, ഇന്നും ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് എൻ്റെ പൊന്നു മോൻക്ക് റബ്ബേ ഹൈറായൊരു പെൺകുട്ടിയെ നൽകുന്നു. ഉസ്താദേ, നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചെന്ന് തോന്നുന്നു. മോനെ, എന്താടാ? അതെ, ഇവിടെയുള്ള അറബിയുടെ മകൾ സഹ്റ ബത്തൂൽ, ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്ന ആ പൊന്നുമോൾ, അവൾക്ക് ഞാൻ മഹർ കൊടുക്കാൻ പോകണം ഉസ്താദേ. ഒരു നിമിഷം ഉസ്താദ് അതാ അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറക്കൻ പടച്ച റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ എൻ്റെ കുട്ടി നന്നാവും, എൻ്റെ കുട്ടി നന്നാവും, ഒരിക്കലും വിഷമിക്കണ്ട. ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, അത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷണമായിരിക്കാം. എൻ്റെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. അള്ളാഹു സുബ്ഹാനഹു വ തആല എൻ്റെ കുട്ടിയുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിച്ച് തരട്ടെ, ആമീൻ. ആ ഗുരുനാഥൻ്റെ പ്രാർത്ഥന അതുപോരെ. എന്നാൽ അപ്പോൾ തന്നെ ഉമ്മക്ക് വിളിക്കുകയാണ്. ഉമ്മ, മോനെ, പൊന്നുമോനെ, എന്തായടാ കല്യാണത്തിൻ്റെ കാര്യമൊക്കെ? ആ ഉമ്മ ആ സ്വപ്നത്തിലായിരുന്നു. എൻ്റെ കുട്ടിക്ക് അള്ളാഹുവിൻ്റെ പ്രതിഫലം കിട്ടും, തീർച്ചയായും. നമ്മൾ അങ്ങനെയുള്ള കുട്ടികളെ കല്യാണം കഴിച്ചു കഴിഞ്ഞാലേ പടച്ച റബ്ബ് നമ്മുടെ കൂടെ ഉണ്ടാവും. അതൊക്കെ സ്വർഗത്തേക്കുള്ള മക്കളല്ലേ. എന്തെങ്കിലും പിഴവ്, ന്യൂനതകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള കുട്ടികളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പടച്ചവൻ്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടും. ഓൾക്ക് ഈ ദുനിയാവിൽ അധികം നല്ല സുഖസുന്ദരമായി ജീവിക്കാനൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് അതാ സ്വർഗത്തേക്കുള്ള മക്കളാണത്. മോനെ, എൻ്റെ പൊന്നു മോനെ, ഭാഗ്യമാണ് മോനെ എൻ്റെ കുട്ടിക്ക് കിട്ടിയേ. അല്ലാതെ എല്ലാം നൽകിയവർ പല തെറ്റുകളും ചെയ്തു പോകുമ്പോൾ എൻ്റെ പൊന്നു മോനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയതാണ് ആ ഒരു സഹ്റ ബത്തൂലിനെ. പൊന്നുമോനെ, എന്തൊരു സൗന്ദര്യമാണെടാ എൻ്റെ കുട്ടിക്കൊക്കെ. അത് എങ്ങനെ കിട്ടിയെന്ന് ആലോചിക്കുമ്പോഴാണ് ഉമ്മ, എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം മാത്രം. അല്ലുമ്മ, നിക്കാഹിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, അപ്പോൾ എൻ്റെ ഉമ്മ വരുമോ? മോനെ, ഇപ്പം അടുത്തല്ലേ വന്നത്, ഇനിയിപ്പോൾ ബുദ്ധിമുട്ടായിരിക്കൂല മോനെ. ഇല്ലമ്മ, ആ കാര്യമൊക്കെ അറബി ഏറ്റെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫാമിലിയെ ക്ഷണിച്ചിട്ടുണ്ട്. ആർക്കൊക്കെ നിക്കാഹിന് പങ്കെടുക്കാൻ പറ്റും അവരൊക്കെ പങ്കെടുത്തോട്ടെ. ആ മുഴുവൻ ചിലവും ഞാൻ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കിക്കൊള്ളാമെന്ന് അറബി പറഞ്ഞിട്ടുണ്ടുമ്മ. മോനെ, സത്യമാണോ? ഒരു നിമിഷം പടച്ച റബ്ബിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് അതാ ഉസ്താദിൻ്റെ ഉമ്മ ദുആ ചെയ്യുന്നു. റഹ്മാനെ, എൻ്റെ കുട്ടിയെ നീ കാത്തുരക്ഷിക്കല്ല. റഹ്മാൻ, എൻ്റെ കുട്ടിക്ക് ഈ ലോകത്തും പരലോകത്തും നീ ഗുണം ചെയ്യ റഹ്മാനെ.
എൻ്റെ കുട്ടിയുടെ എല്ലാ മനസ്സിലെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ തീർത്ത് കൊടുക്ക് റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. നമ്മുടെ പ്രിയപ്പെട്ട സഹറ ബത്തൂലിൻ്റെയും ഷെഫി ഉസ്താദിൻ്റെയും നിക്കാഹിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.